ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് S24 അൾട്രയുടെ ക്യാമറ ലെൻസിൻ്റെ പ്രൊട്ടക്ടർ ഷീൽഡ് നമ്മളത് ആമസോൺ വഴി ഓർഡർ ചെയ്തു. എൻ്റെ അൺബോക്സിങ്ങും ഇൻസ്റ്റലേഷനുമാണ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ബ്രാൻഡാണ് ഞാൻ ഫോൺ ഓർഡർ ചെയ്ത സമയത്ത് ആമസോൺ സജസ്റ്റ് ചെയ്തത്. ഞാൻ ആ സാധനം ഞാനും മേടിച്ചു. ഇങ്ങനെ 5 ലെൻസിനുള്ള 5 ലെൻസും പ്രൊട്ടക്ടർ സ്ക്രീനും ഉണ്ടാവും. ഞാൻ വിചാരിച്ചത് ഓരോന്ന് വിധം ഇളക്കി ഒട്ടിക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഇത് ഒട്ടിക്കാൻ കഴിയും. ഇതിൻ്റെ കൂടെ എന്ന് പറയുന്നത് ഇതുണ്ട്, ലെൻസ് നമ്മൾ ഒട്ടിക്കുന്നതിന്, അതിൻ്റെ ഷീൽഡ് ഒട്ടിക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രൈ ടൈപ്പ് പേപ്പർ ഉണ്ടാവും, വെറ്റ് പേപ്പർ ഉണ്ടാവും. ഡ്രൈ ടൈപ്പ് വെറ്റ് പേപ്പർ ചാത്തി തുടച്ചതിന് ശേഷം ഡ്രൈ ടൈപ്പ് നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കും പോലെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒട്ടിക്കുക. പുതിയ ഫോണാകുമ്പോൾ വലുതായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആദ്യം നമ്മളിത് വച്ച് നോക്കേണ്ട കാര്യം ഞാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ വച്ച് നോക്കുകയാണ്. ഓരോന്നും ഇളക്കണ്ട, ഇങ്ങനെ ഒരുമിച്ച് തന്നെ സെറ്റുകൾ നമുക്ക് അത് ഒട്ടിക്കാൻ ഉള്ളതേ ഉള്ളൂ. നന്നായിട്ടൊന്നുകൂടെ നമ്മൾ ക്ലീൻ ചെയ്യുക, അതാണ് നമ്മൾ നോക്കാനുള്ളത്. അതിൻ്റെ ഇത് റിമൂവ് ചെയ്യണം, എങ്കിലല്ലേ ഒട്ടുള്ളൂ. കോമൺ സെൻസുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, അത് പറയേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ നമുക്കറിയാം അത് വെൽ സ്യൂട്ട് ആവുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യുക മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. നമ്മളത് ഇത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അത് കവർ ഇളക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ഇളക്കുക മാത്രം അല്പം ഒന്ന് സൂക്ഷിച്ചിളക്കുക. നമ്മൾ ഒട്ടിച്ച് അതേപോലെ ഇളകാതെ ജസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പം നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സക്സസ് ആണെന്ന് മാത്രം ഒരു ക്യാമറ ഓൺ ചെയ്ത് നോക്കാനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ക്യാമറ ഓണാക്കി നോക്കി, ലെൻസിൻ്റെ ക്വാളിറ്റി എല്ലാം മാറ്റി നോക്കുമ്പോഴത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ലെൻസും കൊള്ളാം, നല്ല ലെൻസ് കവറും കൊള്ളാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.